ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തിൻ്റെ മുന്നിൽ പിടിമുറുക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് നല്ല ഇബാദത്തിന് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദമ സന്തതികൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ ഘട്ടമാകുമ്പോ അവസാന സമയത്തേക്ക് എത്തി നിൽക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, പ്രായമേറെയുള്ള ഉപ്പമാരില്ലേ ഉമ്മമാരില്ലേ, മരണത്തോടടുത്ത് നിൽക്കുന്നതായ ആളുകളില്ലേ സഹോദരങ്ങളില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഫയഅതീഹി മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഒന്നാമത്തെ മലക്ക്, 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ കാതിന്റെ ചാരത്തേക്ക് അടുത്ത് നിൽക്കുമത്രേ. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക്, ആ ഉമ്മയുടെ ചാരത്തേക്ക് ഇതാ ഒന്നാമത്തെ മലക്ക് നീങ്ങി നിൽക്കുകയാണ്. വറൂഹുഹു ഫിൽ ഹുൽഖൂം. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന സമയമാണിതെന്ന് നബിയോനാ റസൂലുള്ളാഹി. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى. പരിശുദ്ധമായ ഖുർആൻ മരണത്തിൻ്റെ മുഖത്തെക്കുറിച്ച് ലോകരെ പരിചയപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്നവരുടെ ചിലരുടെ മുഖം അതാ വല്ലാതെ വിവരണമാകുകയാണ്. മരണത്തെ നേരിട്ട് കാണുകയാണ്. ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും നടന്നവനല്ലേ, നമസ്കാരമില്ലാതെ കഴിഞ്ഞു കൂടിയവനല്ലേ, ഖുർആൻ ഓതാതെ കഴിഞ്ഞവളല്ലേ, അള്ളാഹുവിൻ്റെ ബാങ്കുകളെ തൃണവൽഗണിച്ച് പള്ളിയിൽ നമസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കാതെ ജുമഅയോ ജമാഅത്തിനോ ഗൗനിക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ. ഇതാ മരണത്തിൻ്റെ മുഖം അവൻ്റെ മുന്നിൽ പിടികൂടുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ കരാള ഹസ്തങ്ങളിൽ ഇതാ പിടിമുറുക്കുന്നതാകുന്ന ഘട്ടത്തിൽ ആ സമയത്ത് അവൻ വേദനിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. അവൻ വിളിച്ചു ചോദിക്കുകയാണ്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുന്ന സമയത്ത് അവൻ വിളിച്ചു ചോദിക്കുന്നു, ആരാണ് തനിക്ക് മന്ത്രിച്ചൂതാനുള്ളത്? ഈ വലിയ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാണ്? വظن أنه الفراق
അവന് മനസ്സിലായി ഇതാ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ അടുത്തിരിക്കുകയാണ്. എന്നേക്കുമുള്ള യാത്രയാണ്. എത്രയോ പ്രാവശ്യം നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയവനാണ്. തിരിച്ച് വീട്ടിൽ വരുമെന്നുള്ള ഉറപ്പ് അവൻ്റെ ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മക്കളെ ചുംബിച്ചുകൊണ്ട് ഭാര്യയോട് യാത്ര പറഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് മക്കളുടെ കരച്ചിൽ ഭയന്നിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്നതായ ഭർത്താക്കന്മാരില്ലേ? ആ യാത്രയിലെല്ലാം നിന്റെ മനസ്സിൽ നാടിൻ്റെ പച്ചപ്പാണ്, ഹരിതമാണ്. നാട്ടിലേക്ക് വരുമെന്നുള്ള കരുതലാണ്. ലോകത്തിൻ്റെ പല കോണിലേക്കും യാത്ര ചെയ്തവനാണ്. തിരിച്ചു വരുമെന്നുള്ള കരുതൽ അവൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇതാ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്നവന് മനസ്സിലായി ഇനി ഒരു തിരിച്ചു വരവില്ല. വവന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. ഇടതുകാലിൻ്റെ കണങ്കാലിലേക്ക് വലതുകാലിൻ്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്. വേദനയുടെയാണ്, പ്രയാസമാണ്. മരണത്തിൻ്റെ വേദന അനുഭവിക്കുകയാണ് മനുഷ്യന്. അല്ലാ, ഇന്നവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളല്ല മരണത്തിൻ്റെ വേദനയെന്ന് തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂൽ പോലും ആയിഷ ബീവിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പോലും പറഞ്ഞില്ലയോ, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ. സക്കറാത്തുൽ മൗത്തിനെ കുറിച്ച് അവലാതിപ്പെടുന്നു നബിയുനാ റസൂലുള്ളാഹി. എണ്ണയിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ വളരെ ലാഘവത്തോടുകൂടിയാണ് റസൂലുള്ളാഹി അടക്കമുള്ള അമ്പിയാക്കൾ റൂഹ് പിടിച്ചത് എന്ന് ഇമാമിങ്ങൾ പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇന്ന ലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് അതിൻ്റെ വെള്ളം കൊണ്ട് എൻ്റെ മുഖമൊന്ന് തടവി തരൂ ആയിഷ എന്നും നബിയുനാ റസൂലുള്ളാഹി. മരണത്തിൻ്റെ മുഖത്ത് പോലും വിയർത്ത പ്രവാചകരല്ലേ? ഹദീസുകളിൽ സുവ്യക്തമല്ലേ? മനുഷ്യ മാനവ, നീ എന്തിനാണ് കളിക്കുന്നത്? നീ എന്തിനാണ് ചിരിക്കുന്നത്? നിന്നെ ഈ ദുന്യാവിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് കഴിയുകയാണോ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കാലുകളിട്ടുകൊണ്ട് പരസ്പരം ഉരസുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അന്നവന്റെ മടക്കം റബ്ബിലേക്കാണ്. റൂഹിദാ കൊണ്ടുപോകാൻ അസ്രായിലും കൂട്ടാളികളും വന്നിരിക്കുന്നു. റൂഹിദാ വേർപിരിച്ചു കൊണ്ടുവരുകയാണ്. മനുഷ്യ നിന്റെ കാലിൻ്റെ തള്ളവരിലിൽ നിന്നാണ് റൂഹിനെ വേർപെടുത്താൻ തുണിയുക. മലക്കുകൾ വന്നുകൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി കടന്നു വന്നുകൊണ്ട് നിന്റെ വലത് കാലിലെ തള്ളവരിൽ നിന്ന് റൂഹിനെ വേർപെടുത്തുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഊരിക്കൊണ്ടുപോയാണ്. اللهم إنك تأخذ الروح من بين العصب والقصب والأنامل. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്താൻ വേണ്ടി നിലകൊള്ളുന്ന സമയം വേദന കൊണ്ട് പൊളയുന്ന പ്രവാചകൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ അസ്രായീൽ അലൈഹിസ്സലാം മുഖേന റൂഹിനെ പിടിക്കുന്നത് ശരീരത്തിലെ അസ്ഥിപഞ്ജരങ്ങളിലൂടെയാണല്ലോ. അല്ലാഹ് ഇന്നക തൗഖുദുർ റൂഹ മിൻ ബൈനൽ അസബി വൽ ഖസബി വൽ അനാമിൽ. ശരീരത്തിൽ ചോര ഊട്ടപ്പെട്ടിട്ടുള്ളതാകുന്ന ഏതെല്ലാം തലങ്ങളുണ്ടോ ആ തലങ്ങളിലൂടെ ഇതാ റൂഹിനെ വേർപെടുത്തുകയാണ്.
പറയുകയാണ് ഫഇന്നി അലാ സകറാത്തിൽ മൗത്ത്. ഈ പാവപ്പെട്ട മുഹമ്മദിന് മരണത്തിന്റെ വേദനയെ തൊട്ട് നീ സഹായിക്കണേ അല്ലാ, നീ ഒന്ന് കുറച്ച് നൽകണേ അല്ലാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിക്കാൻ കഴിയുമോ സഹോദരി, ചിന്തിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? മരണം നമ്മളെ മാടി വിളിക്കുകയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ടുപോയി കീഴ്പയ്യൂർ ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കില്ലേ, വെക്കില്ലേ? മണ്ണിട്ട് മൂടില്ലേ, തൽഖീർ ഓതുകയില്ലേ? ഖബറിന്റെ ചാരത്തിരുന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്ന കുടുംബങ്ങളില്ലേ? വീട്ടിൽ വേദനിക്കുന്ന ഭാര്യയില്ലേ, മക്കളില്ലേ? എന്തേ മരണത്തെ പറ്റി ചിന്തിക്കാതെ അലസനായി ഈ ദുനിയാവിൽ നീ കഴിയുന്നത്? മരണത്തെപ്പറ്റി എന്തേ നിനക്ക് ചിന്തയില്ലാതെ പോയത്? അടുത്ത സെക്കൻഡിൽ നീ മരിക്കുമെന്ന് എന്തേ നീ കണക്ക് കൂട്ടാത്തത്? ഈ ദുനിയാവിന്റെ അതിപ്രസരത്തിൽ നീ മറന്ന് ജീവിക്കുകയാണ്. എല്ലാ സുഖലോലുപതയും അള്ളാഹു നിനക്ക് വെച്ച് നീട്ടി. നീ അള്ളാഹയെ മറന്ന് ജീവിക്കുകയാണ്. മരണം നീ കാണുമ്പോഴും പറയുന്നു അത് അവനുള്ളതാണ്, എനിക്കുള്ളതല്ല, അയാൾക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. പലരെയും കബറടക്കുന്നത് കണ്ടു, മയ്യത്ത് കുളിപ്പിക്കുന്നത് കണ്ടു, കഫൻ ചെയ്യുന്നത് കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോഴൊക്കെ നമ്മൾ പറയും അവർ മരിച്ചു, അവരും മരിച്ചു, യാ അല്ലാഹ് നമുക്ക് കുറേ കാലം ജീവിക്കാറാകട്ടെ. മരണപ്പെട്ടു പോയ മയ്യത്തിൻ്റെ അടുക്കൽ നിന്ന് പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് യുമത്തെത്തിയില്ലേ? പറഞ്ഞ ചിന്തയില്ല, നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ട് ഇനിയും കുറേ നാൾ ജീവിക്കും. അതാണ് നമ്മുടെ മനസ്സിലൊരിപ്പ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ സമയത്ത് 5 മലക്കുകളെ നിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുമേ. ഫയഅതീഹി മലക്കുൽ അവ്വൽ. ഒന്നാമത്തെ മലക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കും വറൂഹുഹു ഫിൽ ഹുൽഖൂം. റൂഹ് അപ്പോൾ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, കാലിൻ്റെ തള്ളവരിൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിച്ച് മുട്ടിലൂടെ തുടയിലൂടെ നമ്മുടെ വയറിലൂടെ ഇങ്ങനെ ആമാശയത്തിലൂടെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്തായിരിക്കും ആ ഘട്ടം? ആലോചിച്ച് നോക്കുന്നത്. അപ്പോഴാണ് മലക്ക് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ളതാകുന്ന മറുപടി കണ്ടെത്തലാണ് ഈ ദുനിയാവ്. അള്ളാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. എന്താ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം? യബ്ന ആദം അയ്ന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ഊം. യബ്ന ആദം അയ്ന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഊം. യബ്ന ആദം അയ്ന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുമുൽ ഊം. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് 3 ചോദ്യങ്ങൾ നടത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ 3 ചോദ്യവും അതിൻ്റെ ഉത്തരവും കണ്ടെത്താൻ പോവാണ് ഈ ദുനിയാവ്. ഒന്നാമത്തെ ചോദ്യം യബ്ന ആദം അയ്ന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ യൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നിന്റെ ശരീരത്തിന് എന്താണ് സംഭവിച്ചത്? വമാ അളഅഫഹുൽ ഊം. നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതായ വസ്തുവെന്താണ്? വസ്തുവെന്താണ്?
എന്ത് പറ്റി ഹാജിയാർക്ക്? ഹാജിയാരെ നല്ല ബോഡി ഷേപ്പ് ഉള്ളതാകുന്ന വ്യക്തിയായിരുന്നല്ലോ. രാവിലെ സുബഹിക്ക് ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് സുബഹിയുടെ നമസ്കാരം പോലും ഗൗനിക്കാതെ റോഡുകളിലൂടെ കിലോമീറ്ററുകളോളം നടന്നു നീക്കി ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകളെ പരിപൂർണമായി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് റോഡുകളിലൂടെ നടന്നു നീങ്ങിയതാകുന്ന സഹോദരിയായിരുന്നല്ലോ. കിലോമീറ്ററോളം നടന്നവളല്ലേ. നേരം വെളുക്കുമ്പോൾ രാവിലെ ജിംനേസിയത്തിലേക്ക് പോയി മണിക്കൂറുകൾ പോയി കളിച്ചുകൊണ്ട് സിസ്ബായ്ക്ക് വരുത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി ബോഡി ലാംഗ്വേജ് മാറ്റി തിരിച്ചവനല്ലേ. എന്ത് പറ്റി? നിന്റെ ശരീരത്തിൽ നിന്ന് അനക്കാൻ പറ്റാത്തതെന്താ? മരിക്കാൻ കിടക്കല്ലേ, അനങ്ങുന്നില്ല, കൈയും കാലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം കണങ്കാല് മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കാൻ, അനങ്ങാൻ പറ്റുന്നില്ല. ഈ മനുഷ്യനോടാണ് മലക്കിന്റെ ചോദ്യം, നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? എന്ത് പറ്റി നിനക്ക്? നീ ആളുകളെ അടിച്ചിട്ടവനായിരുന്നല്ലോ. 10 പേര് ഒരുമിച്ച് വന്നാലും എല്ലാവരെയും പരിപൂർണമായി തോൽപ്പിക്കാൻ ഉതകുന്ന രീതിക്കുള്ള ശാരീരികമാകുന്ന ക്ഷമത അതികായകനായി നിലകൊണ്ട നീ എന്തുകൊണ്ട് നിനക്കതിനെ കഴിയുന്നില്ല? ഇപ്പോ എന്തു പറ്റി? നിന്റെ കൈ എന്താ ചലിപ്പിക്കാൻ പറ്റാത്തത്? ഡോക്ടർ വന്നിട്ട് പറയുന്നു, ഒന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, പറ്റുന്നില്ല. ഇന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, നേഴ്സ് വന്ന് പറയുന്നു, പറ്റുന്നില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്. കൈയൊന്ന് ഉയർത്തി നിൽക്കേ, കൈയൊന്ന് ഉയർക്കാൻ പറ്റുന്നില്ല, ഒരു ഭാഗവും പറ്റുന്നില്ല, എല്ലാം തളർന്നു. ഏതാ ഈ മനുഷ്യൻ? നല്ല ആരോഗ്യമുള്ള ഒരു സഹോദരനായിരുന്നു. ഈ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നീ ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെ ഒന്ന് ചിന്തിക്ക്. എത്ര നന്മ ചെയ്തു നമ്മൾ? വയസ്സെത്രയായി? വെറുതെ ഇങ്ങനെ കുതിര കളിച്ച് ഇങ്ങനെ പോകുന്നതല്ലാതെ കാലം എത്രയായി ലോകത്തേക്ക് വന്നിട്ട്? ഇത് വെറുതെ പടച്ചതാണോ ഈ ദുനിയാവിൽ? നമ്മളെ ആരെയും അല്ലാഹു വെറുതെ പടച്ചതല്ല. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് മനുഷ്യ മാനവ നിങ്ങൾ കരുതുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ, വെറുതെ പടച്ചതാണോ ഈ ദുനിയാവിൽ? എന്തിനാ നിങ്ങളെ കൊണ്ടുവന്നത്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? എന്തിനാ ഈ ദുനിയാവെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ. വെറുതെ പടച്ചതല്ല. അല്ലാഹു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് നിങ്ങളെ പടച്ചതിൽ. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ന് മറന്നു ഇന്നത്തെ ഉമ്മത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലക്ഷ്യം മറന്ന മനുഷ്യനായി നമ്മൾ മാറി. അള്ളാഹു നമ്മൾ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നതും നമുക്ക് മരണം തരുന്നതും ഒക്കെ ഒരു പരീക്ഷനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇബാദത്ത് എടുക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള പരീക്ഷണം. അതല്ലേ സൂറത്തുൽ മുൽക്ക് ആദ്യ ആയത്തുകൾ അതല്ലേ പറയുന്നത്. ഇതെല്ലാ ദിവസവും ഇശാ മഗ്‌രിബിനിൽ ഓതാന് ഈ ഉമ്മത്തിനോട് പറയുന്നുമുണ്ട്. എത്ര പേര് ഓതുന്നുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയും എല്ലാ നിശയിലും രാത്രിയിലും പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്തതായ സൂക്തമല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദാ വസൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതാതെ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുമേ ഇല്ല. റസൂലുള്ളാഹ് ഉറങ്ങുമേ ഇല്ല. എല്ലാ
രാത്രിയിലും ഈ 2 സൂറത്ത് ഓതും. ഒന്ന് സൂറത്തു സജദ, മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കാണാതെ പഠിക്കുന്ന 2 സൂറത്തുകളാണ്. അങ്ങനെ കാണാതെ പഠിച്ചിട്ട് നിസ്കാരത്തിൽ ഓതുന്ന ഒരുപാട് സാലിഹീങ്ങളെ എനിക്കറിയാം. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അവ്വാബി നമസ്കരിക്കുമ്പോൾ ഈ 2 സൂറത്തുകൾ ഓതി നിസ്കരിച്ച് ആ രാത്രിയിലെ ഓത്ത് ആ നിസ്കാരത്തിലങ്ങ് ആക്കി തീർക്കും. അത് വലിയ ഖൈറാണല്ലോ. കാരണം തിലാവത്തിൻ്റെ സുജൂദ് ഉൾപ്പെടെയുണ്ട് സൂറത്തു സജദയിൽ. ആ സുജൂദം ചെയ്തതിനു ശേഷം വീണ്ടും ബാക്കി സൂറത്ത് ഓതി പൂർത്തീകരിച്ച് 1-ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുൽക്ക് ഓതി നമസ്കരിക്കുന്ന ഒരുപാട് സാലിഹീങ്ങൾ നമ്മുടെ ഈ ഉമ്മത്തിലുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ പോയിട്ട് അല്ലാതെ പോലും ഓതുന്നില്ല. എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് റസൂലേ? ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടിയതാകുന്ന വ്യക്തി ആരാണ്? ജീവിക്കുക മാത്രമല്ല, ആ ജീവിതകാലം അത്രയും നന്മകൾ ധാരാളം ചെയ്തവരുണ്ടോ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവരുണ്ടോ, അവരാണ് ഏറ്റവും ഉത്തമരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 60, 70, 90 വയസ്സൊക്കെ ജീവിക്കാൻ അവസരം കിട്ടുക മാത്രമല്ല, ആ ജീവിക്കുന്ന കാലം അത്രയും നന്മ അധികരിപ്പിച്ചവർ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കുറേ കാലം ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്ത്. ചോദ്യകർത്താവ് വീണ്ടും നബി തങ്ങളോട് ചോദിക്കുകയാണ്, മൻ ശർറുന്നാസി യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചവനാണ്. 60, 70 വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിച്ചതാകുന്ന സഹോദരനാണ്. ഒരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടുള്ളതായ ഉമ്മയാണ്. പക്ഷേ ജീവിതത്തിൽ നന്മയില്ല. നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾ നോറ്റി വീട്ടിയവരല്ല, സക്കാത്തുകൾ കൊടുത്തു വീട്ടുന്നുമില്ല. ഹജ്ജ് ചെയ്യാൻ അവസരമുള്ളവരാണ്, അതിനുള്ള സാമ്പത്തികമാകുന്ന ശേഷി അള്ളാഹു നൽകിയിട്ടുള്ളവരാണ്. പക്ഷേ ഹജ്ജിനോ ഉംറയ്ക്കോ പോയിട്ടില്ല. പാവങ്ങളുടെ കണ്ണീരപ്പാൻ തയ്യാറായിട്ടില്ല. നിരാലംബർക്ക് അവലംബമായിട്ടില്ല. നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തിട്ടില്ല. മറിച്ച് ഈ ദുനിയാവിൽ അടിച്ച് പൊടിച്ച് രസിച്ച് രമിച്ച് എല്ലാ സിനിമയും കണ്ട് സീരിയലും ദർശിച്ച് റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാൻ വേണ്ടി നിലകൊണ്ടതാകുന്ന സഹോദരനാണ്. അങ്ങനെയുള്ള ഏതൊരു സഹോദരനുണ്ടോ, ആയുസിനെ പാഴാക്കി കളഞ്ഞ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, മഗ്‌രിബിന്റെ ബാങ്ക് മുഴക്കുമ്പോൾ ടർഫിലേക്ക് ഓടുകയാണ്, കളിക്കുകയാണ്, കളിതമാശയിൽ ഏർപ്പെടുകയാണ്, സുബഹി വരെ കളികളിലാണ്, ആഖിറത്തെ പറ്റി ചിന്തയില്ല. നമസ്കാരത്തെ പറ്റി യാതൊരുവിധ ശ്രദ്ധയുമില്ല. ഈ രീതിയിൽ ജീവിച്ച് തീർത്തിട്ടുള്ളതായ മനുഷ്യരുണ്ടോ? മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചു, പക്ഷേ യാതൊരു നന്മയുമില്ലാത്ത ജീവിതമാണ്. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ഈ ആയുസ് എത്രയായി ജീവിക്കുന്നു? വെറുതെ ജീവിക്കല്ലല്ലോ. അതല്ലേ സൂറത്തുൽ മുൽക്ക് അല്ലാഹു പറഞ്ഞതല്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
അധികാരത്തിൻ്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനെത്ര ബറക്കത്തുള്ളവനാണ്, ഐശ്വര്യമുള്ളവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ അജയ്യനാണ്, അജയ്യനാൻ. الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചതും നമുക്ക് ശേഷം മരണം നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഈ മരണവും ജീവിതവും അല്ലാഹു സമ്മാനിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവക്കും അയ്യൂക്കും അഹ്സനു അമലാ, ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിയാനാണ് അല്ലാഹു ഈ ദുനിയാവിൽ ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതവും ശേഷം മരണവും സമ്മാനിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ ജീവിതം ഇനി അടു വരാനിരിക്കുന്ന മരണം ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. എന്തിനുള്ള പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ആരാണ് നാളെ മഹ്ശറിൽ, അതറിയാനുള്ള പരീക്ഷണമാണ്. ഇപ്പം അല്പം മുമ്പ് നമ്മൾ 5ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് അൽഹംദുലില്ലാ സമ്മാന സർട്ടിഫിക്കറ്റ് കൊടുത്തു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ, ഉന്നത വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും സഹോദരങ്ങൾ, അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കുക, ഇതൊക്കെ ദുന്യവിയായ ജീവിതമാണ്. ഇവിടെ SSLCക്ക് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതെങ്കിലും കലാലയങ്ങൾ എന്തെങ്കിലും കായിക കാര്യങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടുക, അതൊക്കെ ദുന്യാവ് കൊണ്ട് തീർന്നു. പരലോകത്തെ വിജയി ആര്? അതാണ് ഏറ്റവും വലിയ വിജയി. അതിൽ വിജയിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ വിജയി ആര് എന്നുള്ളത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണത്? ഫമൻ സുഹ്സിഹ അനിൻ നാർ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത فقد فاز وما الحياة الدنيا إلا متاع الغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിൽ നിന്ന് ഏതൊരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിച്ചോ, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ ഏതൊരു സത്യവിശ്വാസിക്ക് സാധിച്ചോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ ഏതൊരു വ്യക്തിക്ക് സാധിച്ചോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവരെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തിട്ടുള്ളവർ അവരാണ് വിജയി. അതിനെന്ത് വേണം? അതിന് ഈ ദുന്യാവെന്ന് പറയുന്ന ഇഹലോക ജീവിതത്തിൽ നല്ലതുപോലെ പരിശ്രമിക്കണം. ഇവിടെയാണ് അതിനുള്ള പരിശീലന കളരി. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയുടെ ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അത് നാളെ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിസ്കാരം കറക്റ്റ് ആയിരിക്കണം, ഇവിടെ നോമ്പുകൾ കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സക്കാത്ത് കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സ്വതക്ക കറക്റ്റ് ആയിരിക്കണം, ഇവിടെ കുടുംബ ബന്ധം ചേർക്കണം, ഇവിടെ അയൽവക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കണം, ഇവിടെ സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, ഇവിടെ ഭാര്യയോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, മക്കളോടുള്ള കടപ്പാടുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളോടുള്ള കടമകൾ കടപ്പാടുകൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക. എങ്കിൽ മാത്രമേ നിനക്ക് പരലോകത്ത് സ്വർഗം കിട്ടുകയുള്ളൂ, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയുള്ളൂ. അപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അവിടെ വെച്ച് കിട്ടും. ഇപ്പം ഈ കിട്ടിയ അനുമോദനമൊന്നുമില്ല, ഏറ്റവും വലിയ ഉന്നതമായ സദസ്സാണത്.
ഇതിപ്പോൾ നമ്മൾ കീഴ്പയ്യൂർ ജമാഅത്തിൻ്റെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നല്ല സദസ്സം നമ്മൾ ഓരോരുത്തരും പറയുന്നെങ്കിൽ ഇതൊന്നുമല്ല. കോഴിക്കോട് ജില്ലക്കാരെ മാത്രമല്ല, കേരളക്കാരെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവരെ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, വരാനിരിക്കുന്നതാകുന്ന ആളുകളെയും, കഴിഞ്ഞുപോയവരെയും, യുക്തിവാദികളെയും, നിരീശ്വരവാദികളെയും, മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും, ലോകത്തുള്ള സർവ്വ ആളുകളെയും, ഖബറിൽ കിടക്കുന്നവരെയും ഇനി ജനിക്കാൻ പോകുന്നവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുക. അവരുടെ മുന്നിൽ വെച്ച് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ സദസ്സ് എന്ത് വലിയ സദസ്സായിരിക്കും. എത്ര മാനസികമായി സന്തോഷം കിട്ടുന്ന ഒരു നേട്ടമായിരിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവിടെ വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ വിജയിക്കണം. അതിനാണ് ഈ ദുന്യാവ്. ഈ ദുന്യവിയായ ജീവിതത്തിലെ ഇത്രയും കാലഘട്ട ജീവിതം കൊണ്ട് അവിടെ എനിക്ക് വിജയിക്കാൻ പറ്റും, ട്രോഫി ഉറപ്പാണ്, ഓവറോളിംഗ് ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കുന്നവർക്ക് ഖലാസ്, അവർ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവർക്കുള്ള സമയത്ത് വല്ല ഖുർആൻ ഓതുക, ദിക്ർ ചെയ്തൊക്കെ അവർ മുന്നേറുക എന്നുള്ളത്. നമുക്കങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ ഉറപ്പിച്ചവരാണോ? ചിന്തിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീകളെ ചേർക്കണേ അല്ലാ, ആബിദീകളെ ചേർക്കണേ അല്ലാ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, മരിക്കാൻ കിടക്കുന്നവൻ്റെതാകുന്ന കാതിൻ്റെ ചാരത്തേക്ക് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ, എവിടെ പോയടാ, എവിടെ പോയി നിന്റെ ആരോഗ്യമുള്ള ശരീരം? നീ ശരീരം കൊണ്ട് എന്ത് ചെയ്തു ദുന്യാവിൽ? എത്ര പ്രാവശ്യം ഖുർആൻ ഓതി, എത്ര പ്രാവശ്യം ദിക്ർ ചൊല്ലി, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി കുടുംബാദികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് 70,000 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്നു. അയാളുടെ ഖബർ ജീവിതവും നരകീയ ജീവിതത്തിൽ നിന്നൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി. ഉറപ്പായും അത് പ്രതിഫലിക്കുമെന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാകുന്ന ഈ അമല്, പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി എത്ര ചെയ്തു വെച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 ചൊല്ലിത്തീർക്കാൻ നമ്മുടെ ഈ കാലയളവ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 1,00,000 ചൊല്ലിയാൽ തന്നെ രക്ഷപ്പെടുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് 1,00,000 ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ആ അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചില്ല. ഇപ്പൊ സ്കൂൾ അവധിയാണ്, ഇന്ന് അവധി, നാളെ അവധി, മറ്റന്നാളിനിപ്പോൾ ബന്ധമുണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പലരും യാസീൻ ഓതിയിരുന്നു, അത് ബന്ധമാവണേന്ന് പറഞ്ഞു. പക്ഷെ ആ യാസീൻ സ്വീകരിച്ചില്ല. മറ്റന്നാൾ ബന്ധം മാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഈ അവധി ദിവസങ്ങൾ ഇത്രയും കിട്ടിയിട്ട് ഒരു 10 വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കാത്തവരായി ഈ ഉമ്മത്തിൽപ്പെട്ട അഹ്ലുസുന്നയുടെ പ്രവർത്തകരായ നമ്മൾ മാറിയില്ലേ? നമ്മളെത്ര അലസന്മാരാണ്. നമ്മൾ യാതൊരു ബന്ധവുമില്ല, ദീനുമായി യാതൊരു ബന്ധമില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, ഒന്നുമില്ല. ആകെ ഒരു യാസീൻ ഓതി, അത് തന്നെ ഏറ്റവും വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുകയാണ്. യാസീൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും അയിമത്തുകളൊക്കെ ഓതിയിരുന്നതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്ത യാസീൻ സബാഹൻ വ മസാഅൻ, രാവിലെയും വൈകിട്ടും ഓതും, 2 എണ്ണം. നമ്മൾ ഒരെണ്ണം ഓതിയാൽ തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുകയാണ്. കാന എന്ന പദം തന്നെ ദവാമിനെ കുറിക്കുമെന്ന് നിത്യമായി ചെയ്തിരുന്ന അമല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തു സദദയും സൂറത്തുൽ മുൽക്ക് ഓതാതെ ഉറങ്ങില്ല, എല്ലാ ദിവസവും അത് ഓതും സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് കൂടാതെ ഖുർആൻ കറാത്ത് മറാത്ത് ഖത്മ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ ശൈലി അതാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതി തീർക്കും. എല്ലാ ദിവസവും ഖുർആൻ ഒരു പ്രാവശ്യം തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കും. ഇതായി പറയുന്നത് ചെറിയ കാര്യമാണോ? റമദാൻ ആകുമ്പോൾ 60 ഖത്മാണ്, 30 ദിവസം കൊണ്ട് 60 ഖത്മ്. അഥവാ രാവിലെ ഒന്ന് ഓതും, വൈകുന്നേരം കൊണ്ട് തീരും. വൈകുന്നേരം അടുത്ത മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങും, സുബഹിക്ക് മുമ്പായിട്ട് 2ാമത്തെ ഖത്മ് തീരും. 2 ഖത്മ് ഓതും ഒരു ദിവസം. എന്ന് പറഞ്ഞാൽ അത് തന്നെ പണി, വേറെ പണിയൊന്നുമില്ല. റമദാൻ അല്ലാത്തപ്പോൾ ദറസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ദറസിന്റെ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് പകല് ദറസും രാത്രിയിൽ ഓതല ഖുർആനോത്താണ്. നമുക്ക് എപ്പോഴും ഉറങ്ങണം. 24 ഒരു 5 മിനിറ്റ് കിട്ടിയാൽ എപ്പോൾ ഉറങ്ങണം. അതാണ് നമ്മുടെ അവസ്ഥ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീലു, ഹാലാണ് മുർതഹീലാൻ. സ്വഹാബത്തിന് കാര്യം മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, ഹാലാണ് മുർതഹീലാണ്. എന്താണ് ഹാല്, എന്താണ് മുർതഹീല്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിപൂർണമായി ഓതി തീർത്താൽ വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുകയാണ്. വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയതാകുന്ന ഖത്മ് നാസ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും തുടങ്ങുകയാണ്. ഈ രീതിയിൽ ഖുർആനിനെ ആവർത്തിച്ച് പാരായണം ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ഫഉ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ കേൾക്കുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തേ, മദ്രസയിൽ പഠിക്കുന്ന മക്കളില്ലേ, +2 തലം വരെ മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കള്, ഇശാ മഗ്‌രിബ് പിന്നടയിലിരുന്ന ഖുർആൻ ഓതാ പറയണേ. ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണേ. ആ ഖുർആൻ കേൾക്കുന്നതിലൂടെ ദുനിയാവിൻ്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്താൽ മക്കളോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് വാപ്പായും ഉമ്മായും ഖുർആൻ എന്ന് ഉറക്കെ പാരായണം ചെയ്യണേ. അതിലൂടെ കുടുംബത്തിന് ബലാ മുസീബത്തുകൾ മാത്രമല്ല, ആഖിറത്തിലെ ബലാ മുസീബത്തുകൾ അല്ലാഹു നീക്കിത്തരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണ്ടേ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്ത് വന്നുകൊണ്ട് മലക്ക് ചോദിക്കും, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി? വമാ അളഅഫഹുൽ ഇന്നീ മരണത്തിന്റെ മുഖത്ത് നിന്റെ ശരീരത്തെ ഇത്ര ബലഹീനമാക്കിയ വസ്തുവെന്നാണ്. കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ മനുഷ്യ, കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ സഹോദരി. കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല. അല്ലാഹു മളക്കാക്കുമാറാവട്ടെ. നിസ്കാരം തന്നെ 5 വഖത്ത് കറക്റ്റായി നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? അലംഭാവം വെക്കുന്നവർ എത്ര പേരുണ്ട്? അതിനോട് മടി വെക്കുന്നവർ എത്ര പേരുണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു ലോകരെ ഉത്ഭുതരാക്കുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ,
നമസ്കരിക്കുന്നവർക്കാണ് നാശം, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. വാദിൻ ഫീ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെറിയ കുണ്ടാണ്, ചെരിവാണ് വൈൽ എന്ന് പറയുന്ന ഭാഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാർക്കുള്ളതാ? നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കുന്നവർക്ക്, അതെ, നിസ്കരിക്കുന്നവർ. الذين هم عن صلاتهم ساهون. അലസന്മാരായി മടിയന്മാരായി നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്കാണ് ഈ നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലസന്മാരായി നിസ്കരിക്കുന്നവർ, മടിയന്മാരായി. جاء عمر بن الخطاب رضي الله تعالى عنه إلى رسول الله صلى الله عليه وسلم فقال, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാ, ഞങ്ങൾക്ക് ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് പറയണേ റസൂലേ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അലസന്മാരായി മടിയന്മാരായിട്ട് നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിന്റെ ഒരു ഭാഗമെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ. ഈ വൈലിന് അവകാശികൾ ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി നൽകുകയാണ്. കീഴ്പയ്യൂരിലുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാതുകൊടുത്ത് കേൾക്കണേ, കേൾക്കണേ. അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മടിയുണ്ട്, അലസതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അവർ നമസ്കാരത്തെ പിന്തിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് താബികൾ പ്രമുഖൻ അദ്ദേഹം ഇതാ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. الذين لا يصلون الصبح حتى يطلع الفجر ولا يصلي الظهر حتى يأتي العصر ولا يصلي العصر حتى يأتي المغرب ولا يصلي المغرب حتى يأتي العشاء. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കാരത്തെ പിന്തിക്കുന്നു എന്ന പറഞ്ഞതിൻ്റെ അർത്ഥം സുബഹി നമസ്കരിക്കില്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്തിക്കുകയാണ്. ളുഹർ നമസ്കരിക്കില്ല, അസർ വരെ പിന്തിക്കുകയാണ്. അസർ നിസ്കരിക്കില്ല, മഗ്രിബ് വരട്ടെ കാത്തിരിക്കുകയാണ്. മഗ്രിബ് നമസ്കരിക്കില്ല, ഇശായിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരാണ്. ഇശാ നമസ്കരിക്കുന്നതോ സുബഹി വരെ കാത്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമസ്കാരത്തെ അടുത്ത വഖത്തിലേക്ക് വെച്ച് പിന്തിക്കുന്നതായ മുസ്ലിമില്ലേ, അവരെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നരകമാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഏകദേശം നമ്മുടെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞത്, അല്ലാഹു മലക്കാക്കട്ടെ. കാരണം നിസ്കരിക്കും പക്ഷെ സമയത്തല്ല, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും. ഭയങ്കര നിസ്കാരക്കാരൻ, അവൻ നിസ്കരിക്കും ആചാര്യ, പിന്നെ നല്ല നിസ്കരിക്കുന്ന പയ്യനെ. എപ്പോഴാണ് നിസ്കരിക്കുന്നത്? തോന്നുമ്പോൾ നിസ്കരിക്കാം. അവന്റെ എല്ലാ ആവശ്യങ്ങളും കഴിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യഖ്ബലുഹുമുല്ലാഹു സ്വലാതഹും. മൂന്ന് വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിൽ ഒന്നാമതായി പ്രവാചകൻ രേഖപ്പെടുത്തുന്നു, നമസ്കാരം
നമസ്കാരത്തെ അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരെ അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിൻ്റെ സമയത്തിനെ തൊട്ട് സ്ഥിരമായി പിന്തിച്ച് നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. നമസ്കാരം അല്ലാഹുക്ക് വേണ്ടാന്ന് മനസ്സിലായിക്കോ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കുക. രാത്രി 3 മണി വരെ മൊബൈലായിട്ടിരിക്കാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കറങ്ങി അവസാനം രാത്രിയിൽ എങ്ങനെയോ കിടന്ന് ഉറങ്ങി. സിനിമാ പാട്ടുമൊക്കെ കേട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് അങ്ങനെ കിടക്കുക, അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഇനി ഈ 9 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ തന്നെ നിനക്ക് നരകം ഉറപ്പാണ്. അതാ പറഞ്ഞത്. കാരണം എന്താ? സമയത്ത് നിസ്കരിച്ചില്ല. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ളുഹർ നമസ്കാരത്തെ അസറിന്റെ വക്കത്തിലേക്ക് ബന്ധിക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട്. അടുക്കളയിൽ ജോലിയൊക്കെ കഴിയട്ടെ, കുളിച്ച് റെഡിയായിട്ട് അസറിന്റെ സമയമാകുമ്പോൾ കയറി മുസല്ല നിസ്കരിക്കാം. നിസ്കരിച്ചല്ലോ നിസ്കാരം പടച്ചവന് വേണ്ട. അതായി പറഞ്ഞത് അള്ളാഹ്ക്ക് നിസ്കാരം വേണ്ട. ഹദീസ് അത്രയാണ്, ഡസൻ കണക്കിന് ഹദീസാണ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت الصلاة إلى السماء حتى انتهى إلى العرش فيدعو له حفظك الله كما حفظتني. നിസ്കാരം ഒരു വഖത്തിൽ നമസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കയറുകയാണ്. ഓട്ടോമാറ്റിക്കായി റബ്ബിന്റെ ഹളറത്തിലേക്ക് എത്തുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ സവിധത്തിലെത്തി ആ നിസ്കാരം നിനക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്യുമേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, നിസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിനക്കും സഹായം നൽകട്ടെ, അല്ലാഹു നിനക്കും സംരക്ഷണം നൽകട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരം നമുക്ക് അനുകൂലമായി ദ്വാരക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ നിസ്കാരം അങ്ങോട്ട് കയറുകയാണ് നേരെ അള്ളാഹുവിൻ്റെ അടുക്കൽ. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അനുകൂലമായി ദ്വാരക്കും. എപ്പോ? ഇതാ സ്വല്ലൽ അബ്ദു ഫി അവ്വലി വഖതിഹ, ആദ്യ വഖത്തിൽ നിസ്കരിച്ച് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച ഉടനെ ഉമ്മമാരെന്ത് ചെയ്യണം? വേഗം ജോലിയൊക്കെ തിരക്കിയിട്ട് യാ അല്ലാഹ് ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, നിസ്കരിച്ചിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ. എന്തായാലും നിസ്കരിക്കണം, വേണ്ടേ? നിസ്കരിക്കണം. പിന്നത്തേക്ക് എന്തിനാ വെക്കുന്നത്? അപ്പോൾ തന്നെ നിസ്കാരം അതിൻ്റെ സമയത്താണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരം അതിൻ്റെ സമയത്തല്ലാതെയാണ് യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരാ, സഹോദരാ നീ നിസ്കരിക്കുന്നത് എങ്കിൽ ആ നിസ്കാരം അല്ലാഹുവിൻ്റെ അർശിലേക്ക് ഉയരാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് തന്നെ എത്തുകയില്ല. തുറത്തുൽ മലായികതു സ്വലാത്തഹു, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ ഇരുൾ മുത്തിയതാകുന്ന ഈ നമസ്കാരം ആ നിസ്കാരത്തിന് നേരത്തെ ഉള്ളതുപോലെ പ്രകാശമുള്ള നമസ്കാരമല്ല. കാരണം സമയത്തുള്ള നിസ്കാരമല്ല. ടറഫുകളിൽ പന്ത് കളിച്ച് നിലകൊണ്ടവനാണ്, കട തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്തവനാണ്, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് പോലും അവനതാ ജീവിതത്തിൻ്റെതാകുന്ന ക്രയവിക്രയങ്ങളുമായി മുന്നേറുകയാണ്. ഹയ്യാല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കളിച്ചു നിന്നവനല്ലേ. നിന്റെ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് ചൊല്ലുമ്പോൾ തന്നെ ഇരുൾ മൂടപ്പെട്ടതായ നമസ്കാരമാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, പഴയ തുണി ചുരുട്ടിയെറിയുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് തുറത്തുൽ മലായികതു സ്വലാ
സ്വലാത്തുഹു, നമസ്കരിച്ചവനിലേക്ക് നിസ്കാരത്തെ റദ്ദ് ചെയ്യുകയാണ്. ആ നിസ്കാരം മടങ്ങി വന്ന് നീ സലാം വീട്ടി നിൽക്കുമ്പോ നിന്റെ ഇടത് ഭാഗത്ത് വന്ന് നിനക്ക് എതിരായി ദുനിയാവിൽ വെച്ച് ദുആ ചെയ്യുമത്രേ. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പ്രയാസപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവട്ടെ എന്ന് നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അപ്പം നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഈ പറയുന്നത്, അത് നമുക്ക് ചർച്ചയില്ല. അവൻ പോയി എന്തായാലും നരകത്തിൽ, അല്ലാഹു മലക്കാക്കട്ടെ. ഇത് നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ അലസത. എങ്ങനെ അലസത? നിസ്കാരത്തെ വെച്ച് പിന്തിക്കുക, തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കുക, അത് വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്. തോന്നുമ്പോൾ നമസ്കരിച്ചാൽ പറ്റില്ല, കൃത്യമായി നിസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അവ്വല് വഖത്തിൽ നമസ്കരിക്കണം, സമയബന്ധിതമാണ്. നിനക്കിഷ്ടമുള്ള സമയത്ത് നിസ്കരിച്ചാൽ പറ്റില്ല. എപ്പോഴാണോ ബാങ്കിൻ്റെ സമയം അത് നീ ശ്രദ്ധ ചെലുത്തിക്കോണം. അത് കഴിഞ്ഞിട്ട് മതി. മക്കളെ സ്കൂളിൽ വിടുന്നു, ളുഹർ എവിടെ, അസർ എവിടെ, വഖത്തുകളൊക്കെ പോയി. ചില പള്ളികളിൽ തന്നെ ചില സ്കൂളിൽ പഠിക്കുക ജുമായ്ക്ക് വിടുന്നില്ല എന്നറിയുന്നു. ഓ, രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല, വിഷയമൊന്നുമില്ല, തൽക്കാലം അങ്ങനെ പോട്ടെ എന്നാ പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ പഠിച്ചെടുക്കട്ടെ. എന്ത് പഠിച്ചെടുക്കട്ടെ? ഈ നിസ്കാരം ഇല്ലാത്തത് നീ എന്താണ് പഠിച്ചെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതാകുന്ന തലത്തിൽ അവർക്ക് ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ദുനിയാവ് എന്തെല്ലാം കരഗതമാക്കിയാലും ഇബാദത്തില്ലെങ്കിൽ എല്ലാം പോയില്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് ചെറുപ്പത്തിലേ വരണം. നിസ്കാരവും നോമ്പും ഒക്കെ ചെറുപ്പത്തിലേ വരണം. അതുകൊണ്ടാണ് 7 വയസ്സെത്തുമ്പോഴേ ഇതുകൊണ്ട് കൽപ്പന പറയുന്നത്. 10 വയസ്സെത്തിയിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചെങ്കിലും ശീലിപ്പിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ഇത് രണ്ടും ചെറുപ്പത്തിലെ ശീലയില്ലെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ഇനി പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, വളരെ പ്രയാസമാണ്. 20 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞു പിന്നെ കൂടെ നിസ്കാരം കറക്റ്റാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. സുബൈക്ക് എഴുന്നേക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കട്ടെ, ഒന്നും നടക്കൂല. അങ്ങനെ ചിന്തിച്ച എത്ര ആളുകളുണ്ട്. ഇപ്പൊ സുബഹി ഇല്ല, ഒരു വഖത്തും ഇല്ല. സുബഹി നമസ്കരിക്കണം അവ്വൽ വഖത്തിൽ, വലിയ ഖൈറാണ്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ശഫീഉനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ മുസ്ലിമേ, പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ തന്നെ നിസ്കരിക്കണം, പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. പള്ളിയുടെ പരിസരത്ത് ബാങ്ക് കേൾക്കുന്ന ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നവർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അന്ധനായ ഒരു സ്വഹാബി നബി തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. നബി തങ്ങളോട് പറയുന്നു, നബിയേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി അഫഉസല്ലി ഫീ ബൈതി. കണ്ണ് കാണാത്ത മനുഷ്യനാണ് ഞാൻ. ഇന്നി കുന്തു ളരീറൽ ബസർ, കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എന്നെ പിടിച്ച് നടത്തിക്കൊണ്ടുവരാൻ ഒരു സഹായി പോലുമില്ല റസൂലേ. എനിക്ക് ഇളവ് നൽകുമോ ഹബീബേ? എൻ്റെ വീട്ടിൽ ഞാൻ അവ്വൽ വഖത്ത് നിസ്കരിച്ചോളാം. ബാങ്ക് വിളിക്കുമ്പോൾ ഉടനെ നിസ്കരിക്കാം. പക്ഷേ എനിക്ക് തങ്ങൾ അനുവാദം തരണം. പള്ളിയിലേക്ക് ജമാഅത്തിന് വരാനൊന്നും പറ്റുന്നില്ല, ഒരാൾ കൂട്ടിക്കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല, ആരുമില്ല എൻ്റെ സഹായിയായി, മക്കളില്ല, കുടുംബമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിലൂടെ വരണ്ടേ, കണ്ണിന് കാഴ്ചയില്ല, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ലഹു, ഇളവ് നൽകി. ഹദീസാണ്, ശരിക്കും മനസ്സിലാക്കണേ. ഇളവ് കൊടുത്തു.
ഇളവെല്ലാം കിട്ടി സന്തോഷത്തോടി ഫലമ്മ വല്ലാഹു സദസ്സം കൂടി പിരിഞ്ഞ് 2 അടി പുറകോട്ട് നടക്കണിയാണ്. അയാൾ ഇളവ് കിട്ടിയില്ല, പള്ളിയിലൊന്നും പോകേണ്ട, റാഹത്തായി. അയാൾ അങ്ങനെ വാങ്ങിക്കെടുത്ത ആളല്ല, സ്വഹാബിയാണ്, നബിയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ള ആൾ. പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടും ശാരീരിക ക്ഷമത ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചത്. നബി അനുവാദം കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ 2 അടി പുറകോട്ട് വെച്ചിട്ട് എന്നാൽ ലാഹത്തായിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ നബി അയാളെ വിളിച്ചു, നാദാഹു. നബി വിളിച്ചിട്ട് ചോദിച്ചു, അതസ്മഉ നിദാഅ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യ. ബാങ്ക് കേൾക്കുന്നുണ്ടോ? നീ കണ്ണ് കാണാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നഅം, ബാങ്ക് കേൾക്കുന്നുണ്ട്. ബാങ്കൊക്കെ കേൾക്കാം, കേൾവിക്ക് പ്രശ്നമില്ല, പിന്നെന്താ പ്രശ്നമുള്ളൂ? കണ്ണിന് വിഷയമുള്ളൂ. ബാങ്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ തന്നെ നിസ്കരിച്ചോളാം. ഇവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടാണ്, ആരും കൂട്ടിക്കൊണ്ടുവരാൻ പോലുമില്ല, കണ്ണിന് തീരെ കാഴ്ചയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫഅജിബ് ലിസ്സലാ, നിസ്കരിക്കാൻ വരൽ നിർബന്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഉത്തരം ചെയ്തേ പറ്റുള്ളൂ. കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബി വര്യനോട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ലാതെ നിൽക്കുന്ന മനുഷ്യനോട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ചിന്തിക്ക്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കെട്ടിയിട്ടടിക്കേണ്ടത്. പിന്നെ അതുകൊണ്ടാണ് നിബിധകൾ പറഞ്ഞ് ജമാഅത്തിന് വരാത്തതാകുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഒരാളെ പകരം ഇമാമത്തെ ഏൽപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ വീടോടുകൂടി അങ്ങ് കരിക്കാൻ ഞാൻ കരുവിക്ക് പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത്ര ദേഷ്യമാണ് നബിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളോട്. പിന്നെന്തിനാണ് പുരുഷനാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? മൂക്കിന് താഴെ രോമവും കിളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പിന്നെന്തിനാണ്? പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാത്തവൻ പെണ്ണുങ്ങളാണ്. കാരണം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ അനുവദനീയം, പള്ളിയിൽ നമസ്കരിക്കേണ്ടവരാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ, പുരുഷന്മാർക്ക് അല്ലാഹു അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.